Hello friends, എല്ലാവർക്കും നോക്ക് ദ റെസിപ്പീസ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചെമ്മീൻ റോസ്റ്റ് ആണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ വീഡിയോസിലും പറയുന്നത് തന്നെയാണ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മറക്കാതെ ചെയ്യൂ ട്ടോ. ഞാൻ വേഗം ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്താൽ മസാലയൊക്കെ വേഗം ചെമ്മീനിൽ പിടിച്ചോളും. ഇതിനി നമുക്ക് ഒരു 20 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമ്മുടെ ചെമ്മീൻ റോസ്റ്റിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ്: 2 മീഡിയം സൈസ് സവാള, നന്നായി പഴുത്ത ഒരു ചെറിയ തക്കാളി ഞാനിവിടെ എടുത്തു വയ്ക്കാൻ മറന്നതാട്ടോ, 4 എരിവുള്ള പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 2 വലിയ ചുള വെളുത്തുള്ളി, 15 ചുള ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി, 4 തണ്ട് വേപ്പില, 3 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്സ് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ റെസിപ്പിയിലേക്ക് ചെറിയുള്ളിയും വേപ്പിലയും ധാരാളം തന്നെ ചേർക്കണം. ഇത് നമ്മുടെ റോസ്റ്റിന് ഒരു നല്ല ടേസ്റ്റും സ്മെല്ലും തരും. ഞാനിവിടെ സവാളയും തക്കാളിയും ചെറുതായി അരിഞ്ഞു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും നന്നായി ചതച്ചെടുത്തും പച്ചമുളക് നടുകീറിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ചെമ്മീൻ ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ചെറുതായി ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം ഫ്രൈ ആയാൽ ചെമ്മീൻ മറച്ചിട്ട് മറ്റേ ഭാഗവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ ചെമ്മീൻ ശരിക്കും കുക്കാകില്ല. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ രീതിയിൽ മാത്രം ഫ്രൈ ചെയ്താൽ മതി. ഡീപ്പ് ഫ്രൈ ചെയ്താൽ നമ്മുടെ ചെമ്മീൻ വല്ലാതെ ഹാർഡായി പോകും. അപ്പോൾ നമ്മുടെ റോസ്റ്റിനും ടേസ്റ്റ് ഉണ്ടാകില്ല. മുഴുവൻ ചെമ്മീനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ വെളിച്ചെണ്ണയിൽ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് പൊട്ടിച്ച് മൂപ്പിച്ചെടുക്കണം. മുളക് മൂത്താൽ അടുത്തതായി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്ത് വാട്ടിയെടുക്കണം. ഉള്ളി വാടി വരുന്ന സമയത്തേക്ക് ഞാനിതിലേക്ക് ഒരു കഷ്ണം നാളികേരം കനം കുറച്ച് അരിഞ്ഞ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ചെമ്മീൻ റോസ്റ്റിന്റെ കൂടെ ഈ നാളികേരം കടിക്കാൻ കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ടും ഞാൻ എൻ്റെ ചിക്കൻ സ്റ്റ്യൂ വീഡിയോയിൽ പറഞ്ഞതുപോലെ എനിക്ക് നാളികേരക്കൊത്തിനോട് ഒരു പ്രത്യേക പ്രിയമുള്ളത് കൊണ്ടുമാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ അമ്മൂമ്മയ്ക്കും നാളികേരക്കൊത്തിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനി ഈ നാളികേരക്കൊത്ത് ഒന്ന് മൂത്ത് വന്നാൽ നടുകീറി വെച്ചിരിക്കുന്ന പച്ചമുളകും എടുത്തു വെച്ചിരിക്കുന്ന വേപ്പിലയിലെ പകുതിയും ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഇനി അടുത്തത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കണം. സവാള നന്നായി ഒന്ന് വാടി വന്നാൽ മതി. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വന്നാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് തക്കാളി വേവുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. നന്നായി പഴുത്ത തക്കാളി ആയ കാരണം വേഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തക്കാളിയൊക്കെ ഒന്ന് തവി വെച്ച് ഉടച്ചു കൊടുത്ത ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി അവസാനമായി ബാക്കിയുള്ള കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഇതാ നോക്കൂ, നല്ല ടേസ്റ്റിയും അത്യാവശ്യം നല്ല സ്പൈസിയുമായ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി. ചെമ്മീൻ റോസ്റ്റ് എന്നോ ചെമ്മീൻ ഉലർത്തിയതെന്നോ ഒക്കെ ഇതിനെ പറയാം. എന്ത് പേര് വിളിച്ചാലും സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. വീട്ടിൽ പാത്രം കാലിയാകുന്ന വഴി അറിയില്ല. ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.